നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് ഒരു സക്സസ് സ്റ്റോറി നിങ്ങളുമായി പങ്കുവെക്കാനാണ്. എൻ്റെ പേര് നുഹ്മാൻ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. അക്കര ഫൗണ്ടേഷനിൽ വർക്ക് ചെയ്യുന്നത്. ഏകദേശം 9 മാസങ്ങൾക്ക് മുന്നെയാണ് അഭിനവിൻ്റെ ഫാമിലിയുമായിട്ട് സൈക്യാട്രിക് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് മുളിയാർ പഞ്ചായത്തിൽ വരുന്നത്. അഭിനവ് കൺസൾട്ടേഷന് വരുന്ന സമയത്ത് പാരൻസിൻ്റെ കൺസേൺ എന്നുള്ളത് അഭിനവ് റിപ്പീറ്റഡ് ആയിട്ട് തലയിലെ മുടി പറിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ സൈക്യാട്രിസ്റ്റിൻ്റെയും സൈക്കോളജിസ്റ്റിൻ്റെയും നേതൃത്വത്തിൽ ഇനീഷ്യൽ അസസ്മെൻറ്റ് കഴിഞ്ഞ സമയത്ത് നമ്മളതിൽ ഡയഗ്നോസ് എത്തിയത് ഹെയർ പുള്ളിങ് ഡിസോർഡറാണ്. ഹെയർ പുള്ളിങ് ഡിസോർഡർ അഥവാ ട്രൈക്കോട്ടിലോമാനിയ എന്നുള്ളത് ഒരു ക്രോണിക് ഡിസോർഡർ ആയിട്ടാണ് പലപ്പോഴും നമ്മൾ കണക്കാക്കാറുള്ളത്. ഈ അസുഖം പലപ്പോഴും ഈ അനുഭവിക്കുന്ന വ്യക്തി തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എൻ്റെ പേര് സുനിത, ഞാൻ അഭിനവിൻ്റെ അമ്മയാണ്. എൻ്റെ മോന് 3ാം ക്ലാസ് മുതൽ ഇങ്ങനെ മുടി വലിക്കുന്ന അസുഖം തുടങ്ങിയിട്ട് കുറേ പ്രാവശ്യം ഹോസ്പിറ്റലിലെല്ലാം കാണിച്ചിരുന്നു. എന്നിട്ട് ഒന്നും കുറവുണ്ടായില്ല. പിന്നെയാണ് ഞാൻ അശ്വതി സിസ്റ്ററെ പരിചയപ്പെടുന്നത്. സിസ്റ്റർ ഇടാക്കര ഫൗണ്ടേഷനിലെ സിസ്റ്ററാണെന്നും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അച്ഛനെ നോക്കാൻ വേണ്ടി. അങ്ങനെയാണ് സിസ്റ്റർ പരിചയപ്പെടുന്നത്. സിസ്റ്ററാണ് പറഞ്ഞത് ഇവിടെ അക്കര ഫൗണ്ടേഷനിൽ കൊണ്ടുവന്ന നിഷാദ് സാർ ഡോക്ടർ വരുന്നുണ്ട്, അവരെ കാണിച്ചാൽ മോന് സുഖമാവുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഞാൻ നുഹ്മാൻ സാറിനെ പരിചയപ്പെട്ടു. ഇവിടെ വന്നിട്ട് സാറിൻ്റെ ട്രീറ്റ്മെൻറ്റും നിഷാദ് സാറിൻ്റെ ട്രീറ്റ്മെൻറ്റും കൊണ്ട് എൻ്റെ മോന് അസുഖം നന്നായിട്ട് കുറഞ്ഞു. പിന്നെ അവന് കുറേ കൗൺസിലിങ് കാര്യങ്ങളെല്ലാം നടത്തി അക്കര ഫൗണ്ടേഷൻ ട്രീറ്റ്മെൻറ്റ് നടത്തി. രണ്ടാമതും ഡോക്ടർ നിർദ്ദേശിച്ച കാര്യമെല്ലാം ചെയ്തു. അതേപോലെ പിന്നെ കുറേ മാറ്റങ്ങളുണ്ടായി. അസുഖം മാറ്റി തന്നതിന് ഡോക്ടറോടും എല്ലാവരോടും എന്നെ നന്ദി അറിയിക്കുന്നു. ഇനി അഭിനവിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അഭിനവ് കൂടുതലായിട്ടും ചെയ്യുന്നത് അഭിനവിൻ്റെ തലയോട്ടിലെ മുടി പറിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും പാരൻസ് അതിന് കണ്ടെത്തിയ പ്രതിവിധി തലയെല്ലാം മുട്ടയടിക്കുക എന്നുള്ളതായിരുന്നു. ഇങ്ങനെ വരുമ്പോൾ അഭിനവിൻ്റെ പിരികത്തിലെ അല്ലെങ്കിൽ കൺപീലിലെ രോമങ്ങൾ പറിക്കുക എന്നുള്ളതിലേക്ക് മാറ്റത്തിലേക്ക് അഭിനവ് എത്തിയിട്ടുണ്ടായിരുന്നു. അഭിനവിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാനായിട്ട് നമ്മൾ കണ്ടത് ആദ്യമായിട്ട് സൈക്യാട്രിസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള SSRI മെഡിക്കേഷൻസ് സൈക്യാട്രിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ സൈക്കോളജിസ്റ്റിൻ്റെ സൈഡിൽ നിന്ന് CBTയുടെ HRT തെറാപ്പി, ഹാബിറ്റ് റിവേഴ്സൽ തെറാപ്പി അഭിനവിനെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് അഭിനവിനെ കൊണ്ട് ആദ്യത്തെ 2 വീക്സ് തോട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. ഇതിൽ നിന്ന് അഭിനവിൻ്റെ ട്രിഗേഴ്സ് എന്തെല്ലാമാണ്, അഭിനവിൻ്റെ ക്യൂസ് എന്തെല്ലാമാണ് എന്നുള്ളതിലേക്ക് നമുക്ക് വ്യക്തമായൊരു ക്ലിയർ ഐഡിയ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അക്കര ഫൗണ്ടേഷൻ്റെ കമ്മ്യൂണിറ്റി മെൻ്റൽ ഹെൽത്ത് പ്രൊജക്റ്റ് എന്നുള്ളത് ഹോളിസ്റ്റിക് അപ്രോച്ചാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി കൺസൾട്ടേഷന് വരുന്ന സമയത്ത് കേവലം ആ വ്യക്തിയിൽ മാത്രം ഫോക്കസ് ചെയ്യാണ്ട് അവൻ്റെ സൈക്കോ സോഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ, അവൻ്റെ ഫാമിലി സ്ട്രക്ചർ എല്ലാത്തിനെയും കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് നമ്മളൊരു തെറാപ്പി, ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാറുള്ളത്. നമ്മുടെ ക്ലിനിക്കിൽ കൺസൾട്ടേഷന് വരുന്ന ഓരോ വ്യക്തികൾക്കും വ്യക്തമായ ചേഞ്ചസുകൾ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. കഴിഞ്ഞ 2 മാസക്കാലമായി അഭിനവ് പഴയ പോലെ സ്കൂളിലേക്ക് തലയിൽ തൊപ്പിയൊന്നുമില്ലാതെ വളരെ ധൈര്യത്തോടെ കോൺഫിഡൻസോടു കൂടെ പഴയ പോലെ സ്കൂളിലേക്ക് വീണ്ടും പോകാൻ തുടങ്ങിയിരിക്കുന്നു. ഇതെല്ലാം അക്കര ഫൗണ്ടേഷൻ്റെ ഈ ഒരു കമ്മ്യൂണിറ്റി മെൻ്റൽ ഹെൽത്ത് പ്രൊജക്റ്റിൻ്റെ ഭാഗമായി നമ്മൾ നേടിയെടുത്ത വിജയങ്ങളാണ്. നന്ദി, നമസ്കാരം.